ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ബിഗ് ബോസിൻ്റെ ഒരു സീസണിൽ പോലും കാണാത്ത അത്രയും നാറിയ കളികളാണ് നമ്മൾ അതിനകത്ത് കണ്ടുകൊണ്ടിരുന്നത്. അതെന്ന് വെച്ചാൽ എലിമിനേറ്റായി പോയിട്ടുള്ള കണ്ടസ്റ്റൻസ് റീ എൻട്രി കൊടുത്തതിന് ശേഷം അവിടെ ഇപ്പോഴും എലിമിനേറ്റ് ആവാതെ ശക്തമായി കളിച്ച് മുന്നേറുന്ന 7 കണ്ടസ്റ്റൻ്റ് ഇപ്പോഴാണ് അത് 6ഉം 5ഉം ഒക്കെ ആയത്. അപ്പോൾ 2 ദിവസം മുമ്പൊക്കെ അത് 7ആയിരുന്നു. ഈ 7 കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് വന്നിട്ട് പുറമെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുന്നു. അവരെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അനുമോളെ അറ്റാക്ക് ചെയ്യുന്നു. ആദിലയുടെ അടുത്ത് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നു. അക്ബറിൻ്റെ അടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. PR ഞങ്ങൾക്ക് സ്വയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പുറമേ ചെയ്യുന്നു, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, സൈബർ ബുള്ളിങ് ആണ്, ഇത്ര കാര്യങ്ങളൊക്കെ വന്ന് തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. ഒരു സീസണിൽ പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അഖിൽമാരാർ വിന്നറായിട്ട് സീസൺ 5 ഇതേപോലെ റീ എൻട്രി വന്നു, ആരൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ സീസൺ 4 ദിൽഷ വിന്നറായിട്ടുള്ള സീസണിൽ എന്തൊക്കെ സംഭവങ്ങൾ പുറത്ത് റോബിനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആരും തന്നെ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. ഇനി സീസൺ 6 ജിൻഡോ വിന്നറായിട്ടുള്ള അതിൽ പോലും ജാസ്മിനോട് ഒരു തരത്തിലുള്ള കാര്യങ്ങളും പുറത്തുനിന്ന് ആരൊന്നും പറഞ്ഞിട്ടില്ല, ജിൻഡോടും പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ എല്ലാവരും കയറൂരി വിട്ട പോലെ ഒരു ലൈസൻസും ഇല്ലാതെ ബിഗ് ബോസിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്. ബിഗ് ബോസ് തന്നെ അനുമതി കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഇടയ്ക്ക് മാത്രം ബിഗ് ബോസ് പറയും പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് എന്തോ ഒരു പ്രഹസനം പോലെ. അല്ലെങ്കിൽ ബിൻസിയും ശൈത്യയും ഇതിനകത്ത് ഇത്രയ്ക്ക് വലിയൊരു ഡ്രാമ അതിനകത്ത് കാണിക്കുമായിരുന്നില്ല. പ്രത്യേകിച്ച് അവരെല്ലാവരും ടാർജറ്റ് അനുമോളായതുപോലെയാണ് തോന്നിയത്. അത് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് അത് പ്ലസ് ആവുകയും അതേപോലെ തന്നെ ഈ പുറമേ നിന്ന് ഇത്രയധികം നെഗറ്റീവ് അടിച്ച് ഇതിനകത്തോട്ട് വീണ്ടും റീ എൻട്രി ചെയ്ത വ്യക്തികൾ ഇനി തിരിച്ചു പോകുമ്പോൾ, നാളത്തെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അതിനേക്കാൾ ഏറെ നെഗറ്റീവാണ് ഇനി വരാൻ പോകുന്നത്. ബിൻസിക്കായാലും അതുപോലെ തന്നെ ശൈത്യയ്ക്കാണെങ്കിൽ, ശൈത്യ ഇപ്പോൾ വന്ന് ചെയ്തത് വളരെ മോശം കാര്യമാണ്. പുറത്ത് വന്ന് അനുമോളോട് ഇത് കാര്യങ്ങൾ ചോദിച്ച് ഒരു വീഡിയോ ഒക്കെ ഇട്ട് ക്ലിയർ ചെയ്യാമായിരുന്നു. അതിന് പകരം അതിനകത്ത് ചെന്ന് വളരെയധികം ഡ്രാമ, അതായത് ശൈത്യ ഇപ്പോഴും അതിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ പോലെയാണ് ശൈത്യ പെരുമാറിയത്. ശൈത്യയുടെ ഭാഗത്തു നിന്ന് വളരെ തെറ്റ് വന്നപ്പോഴും ബിഗ് ബോസ് അതെന്തെങ്കിലും ആവട്ടെ, അതൊരു കണ്ടന്റ് അല്ലേ എന്ന രീതിയിൽ ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അനുമോളെ അറ്റാക്ക് ചെയ്തു. അതായത് ഒരു PR കേസ് പറഞ്ഞിട്ട് PR നമ്പർ കൊടുത്തിട്ട് അക്ബറിനെതിരെ മോശമായ കാര്യങ്ങൾ പറയാനും നൂറയ്ക്ക് നല്ല നല്ല വീഡിയോസ് ഇട്ട് നൂറെ പൊക്കി കാണിക്കാനൊക്കെ ആയിട്ട് അനുമോള് ആദിലോട് പറഞ്ഞു. അത് PR നമ്പർ ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തു എന്നൊക്കെയാണ് ആദില എവിക്റ്റായി പോയ സമയത്ത് അക്ബറിനോടൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത്, അപ്പാനിയോടൊക്കെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു അലിഗേഷനാണ്. അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ, അവരിഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻ്റ് മനസ്സിലോട്ട് അനുമോളെ കുറിച്ചൊരു നെഗറ്റീവ് അടിക്കാനുള്ള ഒരു തുറുപ്പ് ചീട്ടായിട്ടാണ് അതിൽ അതിട്ട് പോയത്. വളരെ മോശമായി പോയി. അനുമോൾ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുകയും കരയുകയും മറ്റു പല ആൾക്കാരും ഈ വീഡിയോ ചെയ്തിട്ട് അനുമോൾ ഭയങ്കര ഡ്രാമ കളിച്ചു എന്നൊക്കെ. ഡ്രാമയല്ല, കാരണം ഇത്രയും നാൾ അനുമോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അനുമോൾ ഫീലിങ്സ് ഒക്കെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ പറയുന്നത് അവർ പോലും അറിയാത്ത ഒരു കാര്യം. ആദില എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് അനുമോളുടെ ഒരു വിജയത്തിനോട് ഒരു അസൂയ തോന്നിയിട്ട് അവരുടെ പാർട്ട്ണറെ 100ക്ക് പ്ലസ് വരാൻ വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണിത്. അതായത് അനുമോൾ പോയി അന്ന് എന്താണ് ചെയ്യുന്നുള്ള കാര്യം അനുമോൾ പ്രൂഫ് കാണിച്ചു കൊടുത്തു. അതായത് ആദിലയുടെ നമ്പറാണ് അനുമോളുടെ കയ്യിലുള്ളത്, ടിഷ്യൂ പേപ്പറിൽ എഴുതി കൊടുത്തത്. ഇതേപോലെ അനുമോളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ അനുമോളുടെ നമ്പർ കൊടുത്തതിനെയാണ് PR നമ്പറാന്ന് പറഞ്ഞിട്ട് ആദില അത് അടക്കിയിരിക്കുന്നത്. പിന്നെ ആദില എവിക്റ്റായി പുറത്തു പോയതിനു ശേഷം ആദിലയ്ക്ക് മനസ്സിലായി ഇത് ഭയങ്കര നെഗറ്റീവായിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈവ് വീഡിയോ വന്നിട്ട് ഇതിനെ വൈറ്റ് വാഷ് ചെയ്യാനായിട്ട് വന്നു. ശരിക്കുണ്ടല്ലോ ഈ ശൈത്യയും ബിൻസിയും പോലെയുള്ള ഇങ്ങനത്തെയുള്ള കണ്ടസ്റ്റൻസിനെ അതിനകത്തോട്ട് ഇട്ടിട്ട് ബിഗ് ബോസ് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ അതിനകത്ത് നല്ല രീതിയിൽ കളിച്ചു പോയിരുന്ന 2 കണ്ടസ്റ്റൻസ് ബലിയാടുകളാവുമായിരുന്നു സത്യത്തിലുണ്ടായത്. ഒന്ന് ആദിലയും 2 നൂറയും. കാരണം അതുവരെ നൂറ ഭയങ്കര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. നെവിനേക്കാൾ ഒരു പടി മുന്നിൽ തന്നെയായിരുന്നു നൂറ് നിന്നിരുന്നത്. പക്ഷേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നപ്പോൾ ഈ നൂറയ്ക്കും ആദിലയ്ക്കും ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്നു. അത് അനുമോളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അനുമോളെ ഒപ്പം തന്നെ നിൽക്കും. അതുകൂടാതെ തന്നെ പുറമേ നിന്ന് കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ബുള്ളിങ് ആയിട്ട് തോന്നി.
കുറേ ആൾക്കാർ വന്നിട്ട് ഒരു കുട്ടിയായിട്ട് ബുദ്ധിമുട്ടി വരുന്ന പോലെ തോന്നിയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുമ്പത്തെ സീസണിൽ കണ്ടിരുന്ന ഒറ്റപ്പെടുത്തുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മലയാളികൾ റിയാക്ട് ചെയ്യും, അയാൾക്ക് ഒരുപാട് വോട്ട് കൊടുത്ത് അയാൾ ജയിപ്പിക്കുന്ന രീതിയിലോട്ട് വരും. അങ്ങനെയാണ് ഇപ്പോൾ അനുമോളുടെ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അനുമോളുടെ ലാസ്റ്റത്തെ ഈ ഒരു ഇത് വന്നത് എല്ലാവർക്കും അനുമോളുടെ ഒരു സഹതാപം തോന്നിയിട്ടുണ്ട്. അനുമോളുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രേക്ഷകർ വന്നിട്ടുണ്ട്. അത് ശരിക്കും പറയണമെങ്കിൽ ആദിലയ്ക്ക് നെഗ് ആയിട്ടുണ്ട്, നെഗ് അടിച്ചിട്ടുണ്ട് ആദിലയ്ക്ക്. അതുകൊണ്ട് ആദില പുറത്തു പോയി. പിറ്റേത് അത് കഴിഞ്ഞിട്ട് നൂറയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആ സമയത്ത് ഇതൊക്കെ ഇഷ്യൂസ് ഇതിങ്ങനെ ഒരു സ്ഥാനിട്ട് ഇങ്ങനെ ഒരു ഇത് ഇട്ട് കൊടുത്തിട്ടാണ് അതിൽ പുറത്തു പോകുന്നത്. അതിന് ശേഷമാണ് ഇതിങ്ങനെ ഒരു ചർച്ചയാവുന്നത്. നൂറയുടെ അടുത്ത് പോയിട്ട് അനുമോള് വളരെയധികം കരഞ്ഞ് ഇമോഷണായി ചോദിക്കുന്നുണ്ട്, ഞാൻ അത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, എൻ്റെ കയ്യിലൊന്നുമില്ല എന്നാണ് നൂറ മറുപടി പറഞ്ഞത്. പക്ഷെ അതിന് ശേഷം അകത്തുനിന്ന് പോയിട്ട് നൂറ അതെടുത്ത് കളയുന്ന വീഡിയോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും ഫ്രോഡ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പൊതുജനത്തിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത്. ഇവരെ ലക്ഷ്മി പറഞ്ഞ പോലെ രണ്ടുപേരും വീട്ടിനകത്ത് കയറ്റാൻ തന്നെ കൊള്ളൂല എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ തിരിഞ്ഞിരിക്കും. അതാണ് പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടുന്ന പോലെ തന്നെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വെറുപ്പും മേടിക്കാനായിട്ട് ബിഗ് ബോസിന് എന്ന ഒരു പരിപാടിയോട് പെട്ടെന്ന് സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം നിന്നിട്ട് പോകണം. ഈ എലിമിനേറ്റായി പുറത്ത് പോയിട്ടുള്ള ആൾക്കാർ തിരിച്ചു വന്ന് പല കുശുമ്പും കുനിഷ്ടും പറഞ്ഞു കൊടുത്താലും നമ്മളിപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഫൈനൽ 5ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എവിടെ വായ തുറക്കണം, എന്തൊക്കെ പറയണമെന്ന് ആദില ചിന്തിക്കണമായിരുന്നു. അപ്പോൾ ബിൻസിയും ശൈത്യയുമാണ് ആദിലയുടെ ഇങ്ങനെയുള്ളൊരു അവസ്ഥയ്ക്ക് കാരണം, എലിമിനേഷൻ പ്രധാനപ്പെട്ട കാരണം. ആദിലയാണ് 100 എലിമിനേറ്റ് ആവുന്ന പ്രധാന കാരണം. ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് റീ എൻട്രിയിൽ ബിഗ് ബോസ് ഇവരൊന്നും നിയന്ത്രിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും ബലിയാടായി ഞാൻ നേരത്തെ പറയാൻ കാരണം അതുകൊണ്ടാണ് ഈ 2 കണ്ടസ്റ്റൻസ് ശരിക്കും ബലിയാടാവാണ് ചെയ്തത്. ഇതിൽ നിന്ന് മുതലെടുത്ത് കുറച്ച് വോട്ടൊക്കെ കൂട്ടിയെടുക്കാൻ സാധിച്ച ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് അക്ബറാണ്. കാരണം ഓരോ കാര്യങ്ങളും അക്ബർ ഇപ്പോൾ അനുമോളേക്കാൾ ഇമോഷണലായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം റീ എൻട്രി ചെയ്ത് ഇവർ ചെല്ലുമ്പോൾ ഓരോരുത്തർ കെട്ടിപ്പിടിച്ച് അക്ബർ കരയാണ്. അയ്യോ എൻ്റെ ഫാമിലിയെ അനുമോളുടെ PR പ്രേക്ഷകരുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നു, അവർക്ക് ബുദ്ധിമുട്ടാണ്, അവിടെ കരയുന്നു, അനുമോൾ ഇത്രയും മോശം സ്ത്രീയായിരുന്നു, എന്നോട് ഇങ്ങനെ തെറ്റ് ചെയ്യണമായിരുന്നു എന്നൊക്കെ വെച്ചിട്ട് അക്ബർ പരമാവധി ഡ്രാമ കളിക്കുന്നുണ്ട് കേട്ടോ. അനുമോളുടെ ഫീലിങ്സ് എല്ലാം ഡ്രാമയാണ്, പക്ഷേ നമ്മുടെ അക്ബറിൻ്റെ ഫീലിങ്സ് ഒന്നും ഡ്രാമയല്ല, അത് മനസ്സിൽ നിന്ന് വരുന്നതാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മോശം. അനുമോൾ അങ്ങനെ കരയും, ഇമോഷണലാണ് എപ്പോഴും. പക്ഷെ അക്ബർ ഇപ്പോഴാണ് ഭയങ്കര ഇമോഷണൽ. അതായത് അക്ബറിന് ഇത്രയും ബുള്ളിങ് ഒന്നും ആദ്യം കിട്ടിയിട്ടില്ല, ഇപ്പോഴാണ്. അനുമോൾക്ക് മുമ്പേ കിട്ടിക്കൊണ്ടിരുന്നു, അതുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. അക്ബറിൻ്റെ കൂടെ ഒരുപാട് കൂട്ടാളികൾ ഉണ്ടായിട്ട് ഒരുമിച്ച് ഇവരെ ആക്രമിക്കുകയായിരുന്നു. ഇപ്പോൾ അക്ബർ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ പല കാര്യങ്ങളും അക്ബർ തിരിച്ചടിക്കുമ്പോൾ അക്ബറിന് പിടിച്ചിരിക്കാൻ പറ്റുന്നത്, കരഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ അനുമോൾ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു, കരച്ചിൽ നിർത്തി സ്ട്രോങ് ആണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു അലിഗേഷൻ സത്യം പറഞ്ഞാൽ ആരായാലും ബുദ്ധിമുട്ടി പോകും. കാരണം നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പുറമെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് പോകുന്നത്. അതായത് ഗെയിമിനെ എന്നല്ല, അവരുടെ വ്യക്തിത്വത്തെ തന്നെ ബാധിക്കും അല്ലേ. ഒരു ഗെയിമിൽ വന്നിട്ട് ഇത്തരം തെണ്ടിത്തരം അല്ലെങ്കിൽ ഇത്രയും ഒരു കള്ളത്തരം ചെയ്തു എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരത് എന്തായാലും അത് ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ അനുമോളുടെ ഒരു ഇമേജ് തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് അനുമോൾ കരഞ്ഞത്, അല്ലെങ്കിൽ അനുമോൾ കരയില്ലായിരുന്നു. പക്ഷേ ഇവിടെ അനുമോൾക്ക് ഏറ്റവും സപ്പോർട്ടായിരുന്നത് ലക്ഷ്മിയാണ്. അത് ഞാൻ പറഞ്ഞ മുമ്പേ ലക്ഷ്മിയുടെ നമുക്ക് മനസ്സിലാക്കണം. ഞാൻ ലക്ഷ്മി നല്ലപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ലക്ഷ്മി പറഞ്ഞത് നീ ഇപ്പോൾ കരയല്ല വേണ്ടത്, നീ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം. ഇവരെല്ലാവരും റീ എൻട്രി എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് പല ഗൂഢാലോചനയായിട്ടാണ് വന്നിരിക്കുന്നത്. നിന്നെ തളർത്താനാണ് വന്നിരിക്കുന്നത്. നീ അത് മനസ്സിലാക്കി സ്ട്രോങ് ആയി നിൽക്കണമെന്നാണ് ലക്ഷ്മി പറഞ്ഞത്. ഇത്രയും നല്ലൊരു ഫ്രണ്ടിനെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനല്ലേ. ആദില നൂറിയെ പോലെയുള്ള അല്ലെങ്കിൽ ശൈത്യയെ പോലെയുള്ള പുറകിൽ നിന്ന് കുത്തുന്ന ഫ്രണ്ട്സിനേക്കാൾ എത്രയോ നല്ലതായിരുന്നു ലക്ഷ്മി. ആ ലക്ഷ്മിയെ അനുമോൾ കുറച്ചുകൂടെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എനിക്കൊന്ന് അനുമോൾക്ക് നല്ലൊരു ഫ്രണ്ടിന് കിട്ടുമായിരുന്നു എന്നാണ്. ഇതൊക്കെ എന്ത് ഫ്രണ്ട്സാണ്, കിട്ടുമ്പോൾ സ്നേഹമാവുക. ചില വീഡിയോസ് കാണും, കരച്ചിൽ വീഡിയോസ് കണ്ടപ്പോൾ ഇമോഷണലായി ഫ്രണ്ട്സ് ആവുന്നു, വീണ്ടും സംസാരിക്കുന്നു. ശൈത്യ വീണ്ടും ഒരുപാട് വഴക്ക് അനുമോളെ പറയുന്നു. പിന്നെ അതിന് ശേഷം അനുമോളെ വീണ്ടും കുറ്റം പറയുന്നു. ആദില നൂറിയും വന്നിട്ട് അനുമോളെ വീണ്ടും എല്ലാവർക്കും മുന്നിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നു. എന്ത് ഫ്രണ്ട്ഷിപ്പാണ് ഇവർക്കുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രേക്ഷകർ കണ്ട് പ്രേക്ഷകർക്ക് എന്ത് മനസ്സിലായി, ആരാണ് നല്ലത് ആരാണ് മോശം എന്നുള്ളത് മനസ്സിലായി. അവർ ആദില നൂറെ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആദിലേക്ക് അത് മനസ്സിലായി, പുറത്ത് വന്നിട്ടാണ് ആദിലേക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ വെള്ളം പൂശാൻ വന്നത്. ഇപ്പോൾ എന്തുമായി ഇപ്പോൾ രണ്ടുപേരും പുറത്ത് പോയില്ലേ. ടോപ്പ് 5 എത്തണമെന്നുള്ള ഭയങ്കര ആഗ്രഹിച്ചൊരു വ്യക്തിയായിരുന്നു നൂറയ്ക്ക് ഭയങ്കര ആഗ്രഹം. നൂറ് എപ്പോഴും പറയുന്നത്, അതുകൊണ്ട് ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത് ഫൈനൽ 5ലേക്കുള്ള ഒരു എൻട്രി ആണെന്ന് തെറ്റിദ്ധരിച്ചാണ് നൂറിയും ആദിലയും പ്രേക്ഷകരെല്ലാവരും ഇരുന്നത്. പക്ഷെ അവിടെ ബിഗ് ബോസ് കളിച്ചു. മറ്റുള്ള എല്ലാ സീസണുകളിലും ടിക്കറ്റ് ഫിനാലെ കിട്ടിയ ആൾ ടോപ്പ് 5ലേക്ക് എൻട്രി ആണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ടോപ്പ് 5ലേക്ക് എൻട്രി അല്ല എന്നാണ് പറഞ്ഞത്.
ഇത് ബിഗ് ബോസിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നില്ലെങ്കിൽ നമ്മളെല്ലാവരും പറയുന്ന പോലെ അക്ബറിനെ ടോപ്പ് 5 കാണണം എന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചിട്ടുണ്ടാവാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം എന്തായാലും അക്ബർ ടോപ്പ് 5 എത്തിയിട്ടുണ്ട്. ഇനി നാളെ ഗ്രാൻഡ് ഫിനാലെയാണ്. അവിടെ എന്തൊക്കെ തിരുമറി നടക്കും എന്നൊന്നും നമുക്ക് അറിയില്ല. ഇപ്പോഴത്തെ ഒരു വോട്ടിംഗ് ഇതിൽ പോകുന്നത് എന്തായാലും അനുമോൾക്ക് നല്ല വോട്ടിനുണ്ട്, മുമ്പത്തേക്കാൾ കൂടിയിട്ടുണ്ട്. അനീഷിൻ്റെ വോട്ട് കൂടുന്നുണ്ടെന്ന് പറയുന്നു, നമുക്കിതിലൊന്നും ഒരു വ്യക്തതയില്ല. പിന്നെയുള്ളത് നെവിൻ്റെ വോട്ടാണ് കൂടിയിരിക്കുന്നത്. ഇതിൽ ഒരു വോട്ടിൻ്റെ കാര്യത്തിൽ ആരും ഒന്നും തുറന്നു പറയാത്തത് അക്ബറിൻ്റെ കാര്യത്തിലാണ്, അക്ബറിൻ്റെ ഷാനവാസിൻ്റെ കാര്യത്തിലാണ്. അതിലൊരു ഇമ്പ്രൂവ്മെൻറ്റോ അങ്ങനെ ഒന്നും ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ 3 കണ്ടസ്റ്റൻസ്, അതായത് അനുമോൾ, അനീഷ്, അതേപോലെ തന്നെ നെവിൻ, ഇവരെ 3 കണ്ടസ്റ്റൻസിന് വോട്ട് പരമാവധി കൂടി കൂടി പോവുകയാണ്. അപ്പോൾ ഷാനവാസും അക്ബറും സ്വാഭാവികമായിട്ട് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എപ്പോഴും പ്രേക്ഷകരുടെ ഇടയിൽ അക്ബറിന് ഒരു പ്രീതി ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അക്ബർ കുറേ കരച്ചിലോളി സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എടുക്കുന്നുണ്ട്, അനുമോൾക്കെതിരെ മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരു പ്രൂഫും ഇല്ലാത്ത കാര്യങ്ങളാണ്. അതായത് ആദിലും നൂറും ഫ്രണ്ട്സാണ്, അവർ കൂടെ നടന്നിരുന്നവരാണ് ഇത് അക്ബറിനോട് തുറന്നു പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് അക്ബർ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ അവരും ഇതിനകത്തുള്ള 2 ഗെയിമേഴ്സാണ്. പുറമേയുള്ള അനുമോളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒന്നല്ല, ഇവർ ഇതിനകത്ത് ബിഗ് ബോസ് കളിക്കാൻ വന്ന 2 കണ്ടസ്റ്റൻസ് ആണ്. അവരുടെ കളി ജയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആദ്യം പുറത്ത് പോകുന്ന ഉറപ്പായപ്പോൾ നൂറെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു തുറപ്പിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് അക്ബറിന്. അക്ബർ അത് വിശ്വസിച്ചിരിക്കുകയാണ്. അതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട്, നുണയുണ്ട്, ഒന്നും അറിയില്ല അക്ബറിന്. എന്നിട്ട് അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഇത് പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രേക്ഷകർ നോക്കുമ്പോൾ അനുമോളെ എവിടെയും ഒന്നും പറയണം കേട്ടിട്ടില്ല. പിന്നെ പി ആറിൻ്റെ കാര്യം ഒരുപാട് നാളായി പറയാൻ തുടങ്ങിയിട്ട്, പി ആറിന് പൈസ കൊടുത്തിട്ടില്ല എന്ന് പി ആറും പറയുന്നുണ്ട്, അതിനകത്ത് അനുമോളും പറയുന്നുണ്ട്. പിന്നെ ഈ അക്ബർ ഈ പി ആർ എന്ന് പറഞ്ഞാൽ അക്ബറിന് പി ആർ ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ എന്താണ് ഈ പി ആറിൻ്റെ കഥ പറഞ്ഞാൽ അക്ബർ ഇത്ര സെൻറ്റി അടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും അക്ബറിൻ്റെ ഗെയിം പ്രേക്ഷകർ അത്ര പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ടോപ്പ് 5 എത്തിയെങ്കിലും അക്ബർ എന്തായാലും കപ്പ് കൊണ്ടുപോകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അയാളുടെ കളിയിൽ ഒരു ജെന്യുവിനിറ്റി ഇല്ല, അതാണ്. അയാൾ എവിടെ പോയി നിന്ന് കാര്യമില്ല, ഏത് മുക്കിലും മൂലയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചാലും അതിലൊരു ജെന്യുവിനിറ്റി ഇല്ല. അവിടെ ഒരു ഫേക്ക് ഫേസ് ആയിട്ടാണ് അക്ബറിന് തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബിഗ് ബോസ് പല റൂൾസും ഈ ഒരു സീസൺ 7 തെറ്റിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റീ എൻട്രി പ്രകാരം പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും ആരും ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം തുറന്നു പറയാനുള്ള ഒരു അവസരം മറ്റുള്ളവർക്ക് കൊടുക്കുകയും അത് പ്രകാരം അതിനകത്ത് നിൽക്കുന്ന പല കണ്ടസ്റ്റൻസ് മാനസികമായി തളർന്നു പോയി. അതായത് അനുമോള്, അക്ബർ, ആദില, നൂറ എല്ലാവരും മനസ്സുകൊണ്ട് ആകെ തളർന്നു പോയി. ഇതിൽ ആ കൂടി ഷാനവാസും അനീഷാണ് പിടിച്ചു നിന്നത്. നെവിനും ഒരു പരിധി വരെ പിടിച്ചത്. കാരണം അനീഷിനും ഷാനവാസിന് അത്രയില്ലെങ്കിലും അനീഷിനും നെവിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അക്ബറിന് സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ സപ്പോർട്ട് കൊടുത്തതല്ല, അനുമോളെ കുത്താൻ വേണ്ടി അക്ബറിന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അക്ബറിനെ എതിരാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അക്ബറിന് പരിപൂർണമായിട്ട് സപ്പോർട്ടൊന്നും കൊടുത്തു, പക്ഷെ സപ്പോർട്ട് ഫുള്ള് കൊടുത്തത് നെവിനും അനീഷിനും ആയിരുന്നു. ഇവരെല്ലാവരും വന്നിട്ട് അനീഷിനെ ഒരുപാട് പുകഴ്ത്തുന്നു, അനീഷ് എന്ന് പറയുന്നത് ഭയങ്കര നന്മമരമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. അപ്പോൾ അനീഷിന് ഒരു ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ അനീഷിന് മനസ്സിലായിട്ടുണ്ട്. പോസിറ്റീവ് എനിക്ക് ഒരുപാട് വോട്ട് കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. അനുമോൾക്ക് ആകെ പേടിച്ചിരിക്കണം, ഫുൾ നെഗറ്റീവ് അല്ലേ പറയുന്നത്. അപ്പോൾ അനുമോൾക്ക് ഇന്ന് ചിലപ്പോൾ അനുമോൾക്ക് കുറച്ച് പോസിറ്റീവ് തോന്നിയിരുന്നു. കാരണം ആദിലയും നൂറയും പോയപ്പോൾ കുറച്ച് പോസിറ്റിവിറ്റി തോന്നിയിട്ടുണ്ടോ. കാരണം ഇവർ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും നെഗറ്റീവ് വന്നിട്ടില്ല എന്ന് അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ തന്നെയാണ് സത്യാവസ്ഥ. എന്തായാലും നാളെ ഒരു സീസണിൽ പോലും നമുക്ക് ഇതുപോലെ വന്നില്ല, ആരായിരിക്കും വിന്നർ എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു സീസണാണ് ബിഗ് ബോസ് സീസൺ 7. 6 വരെ നമ്മൾ പറയുമായിരുന്നു ഇന്ന ആൾക്കാർക്ക് ഇന്ന ആൾക്കാർ ഉറപ്പായിരുന്നു. ഇതിൽ നമുക്ക് അനീഷിനാണോ അനുമോൾക്കാണോ എന്ന കാര്യത്തിൽ ഫസ്റ്റ് ഒരു സംശയം. പിന്നെ നെവിൻ മുന്നോട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ ഭയങ്കര സംശയമാണ്. ഇനി അക്ബർ കയറി വരുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. വോട്ടാണ്, എന്തൊക്കെ തിരിമറികളുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കിവിടെ ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ തിരിമറികൾ ഉണ്ടാവാനായിട്ട് യാതൊരു വഴിയില്ല. പുറമേ നിന്നുള്ള ഏതോ ഒരു പാർട്ടിയാണ് ഇതിൻ്റെ കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നതെന്ന് എല്ലാ സീസണിലും പറയുന്നത്. അപ്പോൾ നമുക്കത് വിശ്വസിക്കാം. എന്തായാലും അനുമോൾക്ക് എല്ലാതരം ഭാഗങ്ങളും എല്ലാ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. സെലിബ്രിറ്റീസിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്നത്, സീരിയൽ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, അനുമോളെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പോഴാണ് അനുമോളെ ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നത്. അതിന് പ്രധാന കാരണം ഈ റീ എൻട്രിയിൽ വന്നിട്ടുള്ള ഈ കണ്ടസ്റ്റൻസാണ്. പ്രത്യേകിച്ച് ബിൻസിയും ശൈത്യയെ അപ്പാനിയെ പോലുള്ള കണ്ടസ്റ്റൻസ് കയറി അതിനകത്ത് എന്താണ് കാണിച്ചു വെച്ചിരുന്നത് അവർ പുറത്ത് വരും പറയാം. ഇവിടെ നിന്ന് കുറച്ച് ഹേറ്റായിട്ട് പോയിട്ട് തിരിച്ചു വരും 10 മടങ്ങ് ഹേറ്റായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. എയർപോർട്ടിലൊക്കെ എന്താവുന്നു ആർക്കും അറിയില്ല. ശൈത്യയുടെ അവസ്ഥ ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ എന്താവുന്നു നമുക്ക് ഒരു ഐഡിയ ഇല്ല. ബിൻസിയിലും യാതൊരു ഐഡിയ. അവർ യൂട്യൂബൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും യൂട്യൂബിന് അടിയിലൊക്കെ വരുന്ന കമൻറ്റ്സ് കുറേ നാളത്തേക്ക്
നമ്മുടെ സായിയുടെ ഒക്കെ പോലെ സീക്രട്ട് ഏജൻറ്റ് സായിക്ക് കിട്ടിയ പോലെയുള്ള ഒരുപാട് അറ്റാക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ബിൻസി. കാരണം ബിൻസി പറഞ്ഞ രീതി അത്ര നല്ല രീതിയല്ല, വളരെ മോശമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അവിടെ അനുമോൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, മസ്താനി ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. അപ്പോഴും ബിൻസി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അതൊന്നും പ്രേക്ഷകരുടെ ഇടയിൽ അത്ര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. അതേപോലെ തന്നെയാണ് ശൈത്യ. പല സ്ഥലത്തിരുന്ന് കരയുന്നു, കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കട്ടപ്പ എന്നൊരു പേര് വിളിച്ചു എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് സൈബർ ബുള്ളിങ് ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ശൈത്യ പറയുന്നത്. ഈ കാര്യത്തിലൊക്കെ ഒരു ക്ലാരിറ്റി വരണമെങ്കിൽ ആദിലയും നൂറയും ഇവിടെ വന്നതിന് ശേഷം എല്ലാ എപ്പിസോഡുകളും കാണണം, അനുമോളും വന്ന് എല്ലാ എപ്പിസോഡും കാണണം. അപ്പോൾ അവർക്ക് തിരിയും എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം അവർക്കൊരു അങ്ങനെ ഒരു പേരൊക്കെ പ്രേക്ഷകരിട്ട് കൊടുത്തത്. പ്രേക്ഷകരല്ല, ഏഷ്യാനെറ്റ് തന്നെയാണ് ഇട്ട് കൊടുത്തത്, പ്രേക്ഷകരൊന്നല്ല. ഏഷ്യനെറ്റിൻ്റെ ഒരു വീഡിയോയിലാണ് ഇങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു പേരായി വീണു പോയി. അപ്പം നമ്മൾ എപ്പോഴും കളിക്കുമ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ദ്രോഹിച്ചുകൊണ്ട് നമ്മൾ കളിക്കരുത്. അതാണ് ആദിലയ്ക്കും നൂറയ്ക്കും പറ്റിയത്. നൂറി ആദില ഇനിയിപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, അവരെ മൊബൈൽ കയ്യിൽ കിട്ടും, പല തരത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ഉപദേശം. അപ്പോൾ ആരായിരുന്നു ശരി, ഈ റീ എൻട്രി ചെയ്തിട്ടുള്ള തോറ്റ് തുന്നമാടി പോയി വന്ന് കുശുമ്പും അസൂയും മാത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വന്ന ഈ കണ്ടസ്റ്റൻസ് ആണോ, അതോ അതിനകത്ത് ഇത്രയും സഹിച്ചു നിൽക്കുന്ന അനുമോളെ പോലെയുള്ള ഒരു നല്ല ഫ്രണ്ടാണോ അവരെ കൂടെ എപ്പോഴും ഉണ്ടായതെന്ന് അവർക്ക് മനസ്സിലാകും. അനുമോളുടെ ഒരു എല്ലാ വീഡിയോയിലും നോക്കുകയാണെങ്കിൽ അനുമോൾ ഇവരെ കുറ്റം പറയുന്നതായിട്ട് യാതൊരു തരത്തിലുള്ള വീഡിയോ ലൈവിലോ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇവർക്ക് എങ്ങനെ അനുമോൾ ഇവർക്കെതിരെ നിന്ന് കളിച്ചു എന്ന് പറയാൻ പറ്റും അല്ലേ? ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നുണ്ടായിട്ടുള്ളത്. നാളെ എന്തായാലും ഗ്രാൻഡ് ഫിനാലെയാണ്. ഗ്രാൻഡ് ഫിനാലയിൽ ആര് കപ്പ് ഉയർത്തും എന്നത് എല്ലാ ഫാൻസും കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സീസൺ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും അറിയാമായിരുന്നു ഓരോ സീസണിൽ ഇന്ന ആളെന്നെ അടിക്കും, ഇന്ന ആളെന്നെ അടിക്കുന്നു. പക്ഷേ ഈ ഒരു സീസണിൽ ആർക്ക് എന്നുള്ളത് ഇപ്പോഴും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ നാളെ 7 മണിക്ക് തുടങ്ങുകയാണ്. നമുക്ക് എന്തായാലും ആര് കപ്പടിക്കും, ആര് കപ്പടിച്ചാലും നന്നാവട്ടെ അല്ലേ? ഇപ്പോൾ ഒരാൾ കപ്പടിച്ച ആൾ ശ്രമം കൊണ്ട് ഇത്രയും അവർ കഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ എന്തായാലും അനുമോൾ കപ്പടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആയതുകൊണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർ കപ്പടിച്ചാൽ അത് അവരുടെ ഭാഗ്യം. അവരുടെ ഫാൻസ് ഒരുപാടുണ്ടായിരുന്നു, അവർ വോട്ട് ചെയ്ത് അവർ ജയിക്കുന്നു, അല്ല അത്രയേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഈ ഒരു സീസൺ തീർന്നു. പിന്നെ അടുത്ത സീസണിൽ വരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്കുണ്ടാവും, നമ്മളിതുപോലെ വീഡിയോസ് ചെയ്യും, അതുപോലെ നമ്മൾ അവരെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും അടുത്ത ഗ്രാൻഡ് ഫിനാലയുടെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.